കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ചേർത്ത് പിടിച്ച കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ കണ്ണൂർ മാടായിക്കാവിലും പഴശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി അല്പസമയത്തിനകം തന്നെ പയ്യാമ്പലത്തെ മാരാർജിയുടെ സ്മൃതി മണ്ഡപത്തിൽ എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വിശദാംശങ്ങളിലേക്കും തത്സമയ ദൃശ്യങ്ങളിലേക്കും എത്താം. സോണലും ഗൂഗിളും നമ്മളോടൊപ്പം ചേരുന്നു. ആദ്യം സോണൽ കൃഷ്ണയിലേക്ക്. സോണൽ, അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം മാരാർജിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ചെയ്യാനുള്ള ഒരുക്കങ്ങളിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അവിടെ ഗൂഗിളുണ്ട്, കൃത്യമായിട്ടുള്ള വിവരം ഗൂഗിൾ തരും. നമ്മൾ തൊട്ടു മുൻപ് ശാരദ ടീച്ചറുടെ വീട്ടിൽ, അതായത് കെ നായനാരുടെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഒരു അമ്മ തൻ്റെ പുത്രനെ എങ്ങനെയാണോ ചേർത്ത് പിടിക്കുന്നത്, അതിന് തുല്യമായ രീതിയിൽ തന്നെയാണ് ശാരദ ടീച്ചർ തൻ്റെ പുത്രൻ എന്നോണം സുരേഷ് ഗോപിയെ ചേർത്ത് പിടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. ടീച്ചർ എഴുതിയ, സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുള്ള ആ പുസ്തകം അത് സുരേഷ് ഗോപിക്ക് കൈമാറുകയും മധുരം കൊടുത്തുകൊണ്ട് ആ ഒരു വിജയത്തിൽ പങ്കാളിയാകുന്ന ഒരു ദൃശ്യം, ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് നമുക്ക് കണ്ണൂരിലെ നായനാരുടെ വീട്ടിൽ വെച്ച് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് ശേഷമാണ് അദ്ദേഹം പയ്യാമ്പലത്തെ മാരാർജിയുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് എത്തിയത്. അവിടെ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം ദർശനത്തിനായി എത്തുക. അവിടെ നിന്ന് പിന്നീട് തളിപ്പറമ്പിലെ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തും. ഇതോടുകൂടി ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ അവസാനിക്കും. പിന്നീട് നാളെ 1-2 രാഷ്ട്രീയ പരിപാടികളാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ അതിലൊക്കെ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇന്ന് വൈകിട്ടോടെ അതിലൊരു സ്ഥിരീകരണം വരും എന്നുള്ളതാണ് സംഘടനാ പ്രവർത്തകരും നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ഒരു സംഭവമായിട്ട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദം ഏറ്റുവാങ്ങിയതിനു ശേഷം, അല്ലെങ്കിൽ ആ പദത്തിൽ ഇരുന്നതിന് ശേഷം കേരളത്തിലെത്തുന്ന ആദ്യ ദിവസം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആരെയും മാറ്റി നിർത്താതെ, ഒരു വിഭാഗക്കാരെയും മാറ്റി നിർത്താതെ, രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളന്ന് കണ്ടതാണ്. അത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചതാണ്. അതൊരു വിഭാഗം രാഷ്ട്രീയ മേലാളന്മാരെ ഇളക്കി വിട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതിനോടകം തന്നെ പങ്കുവെക്കേണ്ടതാണ്. കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഒരു വിഭാഗം അതിനെ തെറ്റായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ജനങ്ങൾ ഏറ്റെടുത്ത, അല്ലെങ്കിൽ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത ഒരു നേതാവ്, തങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ വിജയഗാഥയിൽ എല്ലാവരും പങ്കാളിയാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കേരളത്തെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത്. അനു, തീർച്ചയായും സോണൽ, ഒരുപക്ഷെ ഏറ്റവും അധികം വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് കെ നായനാർ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അദ്ദേഹം സന്ദർശനം നടത്തവേ കേരളം സാക്ഷ്യം വഹിച്ചത്. ശാരദ ടീച്ചറുടെ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അത് ഒരിക്കൽ കൂടി ഓർത്തെടുക്കുകയാണെങ്കിൽ സോണൽ. പ്രധാനമായി പറയേണ്ടത് ആ ഒരു അമ്മ എങ്ങനെയാണോ മകനെ ചേർത്ത് പിടിക്കുന്ന ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏറ്റവും വികാരാതീതമായിട്ടുള്ള ദൃശ്യങ്ങളാണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഈ സുരേഷ് ഗോപി എത്തുന്നതിന് മുമ്പ് നമ്മളോട് ജനം ടി വിയോട് ഉൾപ്പെടെ പ്രതികരിച്ചതാണെന്ന് പറഞ്ഞത്, സുരേഷ് ഗോപി എന്നെ അമ്മ എന്നാണ് വിളിക്കാറ്, നായനാരെ അച്ഛ എന്നുമാണ് വിളിക്കാറ്. കാരണം ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ഒരു ബന്ധം, ആത്മബന്ധം ആരംഭിച്ചിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും കണ്ണൂരിലെത്തുമ്പോൾ അമ്മ എനിക്ക് ഭക്ഷണം തയ്യാറാക്കണേ എന്ന് വിളിച്ചു പറയുന്ന ഒരു ബന്ധത്തിലേക്ക് അത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ അമ്മ പറയുന്ന ദൃശ്യങ്ങൾ. ഒരു അമ്മ, ആ അമ്മ ഈ സുരേഷ് ഗോപിയെ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്രയും സ്നേഹസമ്പന്നമായ നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു അതായത് കേന്ദ്രമന്ത്രി പദവി ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിലെത്തുന്ന ആദ്യ ദിവസം കാണുന്ന പ്രത്യേക കേന്ദ്രങ്ങളിൽ ഒന്ന് നായനാരുടെ വീടായതുകൊണ്ട് തന്നെ അത് ഏറ്റവും മനോഹരമായ ദൃശ്യമായി മാറി എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, അത് കൃത്യമായിട്ട് തന്നെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രധാനമായി പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ്. ടീച്ചർ പറയുന്നുണ്ട്, സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ എൻ്റെ സഖാവിനെ പോലെ തന്നെയാണ്. കാരണം പാവങ്ങളെ എങ്ങനെയാണോ സഹായിക്കേണ്ടത് അത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. കാരണം സാധാരണക്കാരനെയും പാവങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് ഒരു സാമൂഹിക പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം വലിയ രീതിയിൽ വളർന്നു വരും, അല്ലെങ്കിൽ മുൻപോട്ട് വരും എന്നുള്ളത് തന്നെയാണ് ടീച്ചർ പറയുന്നത്. കാരണം എൻ്റെ സഖാവിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം
വ്യക്തിത്വം തന്നെയാണ് സുരേഷ് ഗോപി എന്നുള്ളത് ടീച്ചർ പറയുന്നുണ്ട്. എന്തായാലും ടീച്ചറെ അടുത്ത് വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് പയ്യാമ്പലത്തേക്ക് അദ്ദേഹം തിരിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ എപ്പോൾ വീഴുമ്പോഴും അവിടെ ടീച്ചറെ വിളിക്കാറുണ്ട്, ടീച്ചറുടെ പക്കൽ എടുത്ത് ചെന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെടെ ടീച്ചർ പറയുന്നു. എന്നാൽ ഇത് രാഷ്ട്രീയമായിട്ടൊന്നും ഇതിനെ കാണേണ്ടതില്ല എന്നുള്ളത് കൂടി ടീച്ചർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾക്ക് മലയാളികൾ കേരള മണ്ണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രമേ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുള്ളൂ എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായതാണ്. എന്നാൽ ഇതിനൊക്കെ പാടെ മാറ്റി നിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നമുക്കറിയാം തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ അദ്ദേഹം പര്യടനം നടത്തുന്നതിനിടയിൽ ഒരു അമ്മ വന്ന് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മോൻ ജയിക്കും, മോൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്, മോൻ ജയിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഭംഗിയായി നോക്കണേ എന്ന് പറയുന്ന ആ ഒരു സ്നേഹം, അതേ സ്നേഹം തന്നെയാണെന്ന് ശാരദ ടീച്ചറുടെ ഇ കെ നായനാരുടെ വീട്ടിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. അത്തരം ഒരുപാട് അമ്മമാരെ തനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സുരേഷ് ഗോപിക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന സുരേഷ് ഗോപിയുടെ അനിയൻ സുഭാഷ് ഗോപി കഴിഞ്ഞ ദിവസം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അത്തരം അമ്മമാരുടെ സ്നേഹവും ചേച്ചിമാരുടെ സ്നേഹവും തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ എന്നുള്ളതാണ്. കാരണം തങ്ങളെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നേതാവ് വന്നിരിക്കുന്നു, അദ്ദേഹത്തെ ഇനി ഞങ്ങൾ ജയിപ്പിക്കും, അദ്ദേഹത്തിൻ്റെ കീഴിൽ കേരളത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്നുള്ളത് ഒരു പ്രതീക്ഷയായി തന്നെ മലയാളികൾക്കിടയിൽ മാറിക്കഴിഞ്ഞു. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കവലകളിലും എല്ലാ കൂട്ടിയിരിക്കുന്ന 4 ആൾ കൂടുന്ന ഇടത്തൊക്കെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് ഇവിടെയൊക്കെ ചർച്ചാ വിഷയം സുരേഷ് ഗോപിയാണ് എന്നുള്ളതാണ്. കാരണം സുരേഷ് ഗോപി എത്തുന്നത് വടക്കേ അതായത് മലബാർ മേഖലയിലേക്കാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ഇതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മാരാർജിയുടെ ആ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം എത്തും. അവിടെ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം അല്പസമയം അദ്ദേഹം വിശ്രമിക്കും. ഇതിന് ശേഷമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലേക്ക് എന്തായാലും അദ്ദേഹം എത്തുക. എന്തായാലും കേരളമാകെ വലിയ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രമന്ത്രി ആയതിനു ശേഷമുള്ള സുരേഷ് ഗോപിയുടെ വരവനു. ഇപ്പോൾ അദ്ദേഹം എവിടെയാണ്? എന്താണ് ഏറ്റവും അവസാനമായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? നമ്മളിപ്പോൾ ഉള്ളത് പയ്യാമ്പലം KG മാരാർ സ്മൃതി മണ്ഡപത്തിന് സമീപമാണ്. സുരേഷ് ഗോപി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ എത്തി മാരാർജിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. ഗതാഗത ടി പത്മനാഭനെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ ഷെഡ്യൂളിൽ ഇല്ലാതിരുന്ന ഒരു കാര്യമായിരുന്നു അത്. നേരത്തെ ഇ കെ നായനാരുടെ വസതിയിൽ സന്ദർശനം നടത്തിയതിനു ശേഷം നേരെ ഇങ്ങോട്ടേക്ക് ഇവിടെ മാരാർജിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുമെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന് മാറ്റമായി ഇപ്പോൾ ഗതാഗതമായിട്ടുള്ള ടി പത്മനാഭന്റെ വീട്ടിൽ അദ്ദേഹം സന്ദർശനം നടത്തി. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം ഇവിടെ എത്തി പയ്യാമ്പലത്തെത്തി. KG മാരാറിന്റെ BJPയുടെ സമുന്നതനായിട്ടുള്ള നേതാവിന്റെ BJP രൂപം കൊണ്ടതിന് ശേഷം 2ാമത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന KG മാരാറുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. BJP പ്രവർത്തകരെല്ലാവരും കാത്തു നിൽക്കുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത് എന്ന് വേണം നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരും. കാരണം സംഘപരിവാർ സംഘടനകളുടെ സമുന്നതനായ നേതാവായിരുന്ന P പരമേശ്വരൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു KG മാരാർ നിയമസഭയിൽ എത്തേണ്ടതായിരുന്നുവെന്ന്. ആ സാഹചര്യത്തിൽ കൂടി അതായത് സുരേഷ് ഗോപി ഒരു MP ആയി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം KG മാരാറുടെ മുമ്പിൽ വന്ന് അദ്ദേഹത്തിന്റെ മണ്ഡപത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ താമര വിരിഞ്ഞതിന് ശേഷം ഒരു MP ആയതിനു ശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞതിനു ശേഷം KG മാരാറുടെ സ്മൃതി മണ്ഡപത്തിൽ മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നു. കേരളത്തിലെ ഒന്നാകെയുള്ള BJP പ്രവർത്തകർ കാത്തു നിൽക്കുന്ന ഒരു സുന്ദര മുഹൂർത്തത്തിനാണ് നമ്മളിപ്പോൾ അല്പസമയത്തിനകം സാക്ഷിയാകാൻ പോകുന്നത്. നമ്മളിപ്പോൾ പയ്യാമ്പലത്താണുള്ളത്. പയ്യാമ്പലത്ത് നമ്മൾ നിൽക്കുന്നതിന് തൊട്ടടുത്തായിട്ട് KG മാരാറിന്റെ സ്മൃതി മണ്ഡപമുണ്ട്. BJPയുടെ കോഴിക്കോട് ജില്ലാ ഘടകവും കണ്ണൂർ ജില്ലാ ഘടകവും സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ സമീപത്ത് തന്നെയുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് KG മാരാറുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹം കൊട്ടിയൂരേക്ക് മടങ്ങുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ BJP പ്രവർത്തകരെല്ലാം വളരെ ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു നിമിഷത്തിനാണ് നമ്മൾ സാക്ഷിയാകാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് P പരമേശ്വരൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാരാർജിയുടെ KG മാരാറിന്റെ അസാന്നിധ്യം നിയമസഭയിൽ എപ്പോഴും നികത്താനാവാത്ത ഒരു ഒഴിവായി എല്ലാ കാലത്തും നിലനിൽക്കുന്നു. കാരണം ആ രീതിയിൽ സമൂഹത്തെക്കുറിച്ച് നല്ല ബോധ്യവും ധാരണയുള്ള ആളായിരുന്നു ഈ സുരേഷ് ഗോപി. ഇപ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികളിലുള്ള ആളുകളുമായി ഇടപെടുന്നതിന് സമാനമായി എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കിടയിലും രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലും നേതാക്കന്മാർക്കിടയിലും വലിയ രീതിയിൽ സ്വാധീനമുണ്ടായിരുന്ന എല്ലാ ആളുകളുടെയും ജനകീയനായ ഒരു നേതാവായിരുന്നു KG മാരാർ. ആ KG മാരാർ മരിച്ച് പതിറ്റാണ്ടുകൾ പിന്നിട്ടതിനു ശേഷം കേരളത്തിൽ ഒരു MP BJPക്ക് ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. ആ സാഹചര്യത്തിൽ സുരേഷ് ഗോപി KG മാരാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ എത്തുന്നു എന്നുള്ളത് വളരെ സവിശേഷതയോടുകൂടിയും പ്രാധാന്യത്തോടുകൂടിയും
കാര്യം അത്യധികം ആവേശത്തോടും കൂടിയിട്ടാണ് BJP പ്രവർത്തകർ നേതൃത്വം നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് കാരണം സൂചിപ്പിച്ചതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അടിക്കടിയായി BJPക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു BJPക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വോട്ട് ശതമാനത്തിലെ വർധനവ് അത് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ വിജയത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ തന്നെ KG മാരാർ എന്ന് പറയുന്ന വ്യക്തിയെ മറക്കാനാവാത്ത ഒരു ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി ഇവിടെ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം പൊടിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നേരത്തെ സുരേഷ് ഗോപി സന്ദർശനം നടത്തിയ കഥാകൃത്തായിട്ടുള്ള ടി പത്മനാഭന്റെ വീട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 മിനിറ്റ് താഴെ സമയം മാത്രമേ വേണ്ടതുള്ളൂ. അദ്ദേഹം ടി പത്മനാഭനെ സന്ദർശിച്ച ശേഷം 2-3 മിനിറ്റ് അദ്ദേഹത്തിന്റെ വസതിയിൽ സമയം ചിലവഴിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ KG മാരാറുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ഗസ്റ്റ് ഹൗസിൽ പോയി കുറച്ച് സമയം വിശ്രമിച്ചതിന് ശേഷമായിരിക്കും കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക. അതിനുശേഷം രാജരാജേശ്വരി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി അദ്ദേഹം സന്ദർശനം നടത്തി കണ്ണൂരിൽ തന്നെ ഇന്ന് തങ്ങും. നാളെയും സുരേഷ് ഗോപിക്ക് ചില പരിപാടികളൊക്കെ കണ്ണൂർ ജില്ലയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ BJP നേതൃത്വവുമായി ബന്ധപ്പെടുന്ന സമയത്തൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിലൊന്ന് വാടിക്കൽ രാമകൃഷ്ണൻ RSSന്റെ BJP പരിവാർ പ്രസ്ഥാനങ്ങളുടെ ആദ്യത്തെ ബലിദാനിയായ വാടിക്കൽ രാമകൃഷ്ണന്റെ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം എത്തുമെന്ന് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിലവിൽ നിശ്ചയിച്ച പ്രകാരം അങ്ങനെ ഒരു കാര്യം കൂടി സുരേഷ് ഗോപിയുടെ സന്ദർശന ലിസ്റ്റിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം സുരേഷ് ഗോപി പോകുന്നത് പിന്നിടുന്ന സ്ഥലങ്ങളൊക്കെ അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. BJP പ്രവർത്തകർക്ക് പ്രാധാന്യമുള്ളതാണ്. BJPയും RSS പോലുള്ള പരിവാർ പ്രസ്ഥാനങ്ങൾ താണ്ടി വന്ന വഴിത്താരകൾക്കിടയിൽ അത്രയേറെ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ കൂടിയാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ ജില്ലയിലും സന്ദർശനം നടത്തുമ്പോൾ അത്തരം പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളിൽ സുരേഷ് ഗോപി എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സ്വാഭാവികമായിട്ടും BJP പ്രവർത്തകർ ഉണ്ടാകുന്ന ആവേശം അല്ലെങ്കിൽ സന്തോഷം വളരെ വലുതാണ് എന്നത് എടുത്തു പറയേണ്ടതായിട്ട് വരും. അല്പസമയത്തിനകം തന്നെയാണ് KG മാരാറുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് പുഷ്പാർച്ചന നടത്താൻ സുരേഷ് ഗോപി ഇവിടെ എത്തിച്ചേരുക. 5 മിനിറ്റ് മുമ്പ് അദ്ദേഹം പൊടിക്കൂടിലുള്ള കഥാകൃത്ത് ടി പത്മനാഭന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം ഇവിടെ എത്തും. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി കോഴിക്കോട്, കണ്ണൂർ ജില്ലകളുടെ BJP ജില്ലാ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളും വിവരങ്ങളും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.